ഫിഫ്ത്ത് മോഡ്യൂളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് RTOS ടാസ്ക് ഷെഡ്യൂളിംഗ്. അപ്പോൾ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഷെഡ്യൂളിംഗ് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് നോർമൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഷെഡ്യൂളിങ്ങും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെഡ്യൂളിങ്ങും. അതുപോലെ എംബഡഡ് സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്നതാണ് RTOSൻ്റെ ഷെഡ്യൂളിംഗ് മോഡൽസ് ആണ് ഈ ഒരു 8 ഷെഡ്യൂളിംഗ് മോഡൽസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് RTOS ഷെഡ്യൂളിംഗ്. ഇത് കൂടാണ്ട് നിങ്ങൾ പണ്ട് ജനറൽ പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് പഠിച്ച SJFും കൂടെ പ്രോബ്ലത്തിന് വേണ്ടി നോക്കിയിട്ട് പോകണം. നോർമലി ഇത് മതിയാവും, ഈ ഒരു 8 എണ്ണമാണ്. പക്ഷേ ലാസ്റ്റ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് SJFും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് SJFും കൂടെ പഠിക്കാൻ പറഞ്ഞത്. സോ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചൂസ് ദ ഓർഡർ ഓഫ് റണ്ണിങ് പ്രോസസ്സിൻ്റെ ഓർഡർ ഓഫ് എക്സിക്യൂഷനെ ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് ആണ്. കോപ്പറേറ്റീവ് ഷെഡ്യൂളിങ്ങിൻ്റെ അകത്ത് 2 മോഡൽസ് ആണുള്ളത്. വൺ ഈസ് സൈക്ലിക് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ്, ദാറ്റ് ഈസ് ദ ഷെഡ്യൂളിംഗ് യൂസിങ് എ സർക്കുലർ ക്യൂ. അതിനെയാണ് നമ്മൾ സൈക്ലിക് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ്. സെക്കൻഡ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് പ്രയോറിറ്റി ബേസ്ഡ് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ precedence constraint, scheduling with a precedence constraint which is equivalent to priority based cooperative scheduling. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ്, ദാറ്റ് ഈസ് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് യൂസിങ് സർക്കുലർ ക്യൂ, ദാറ്റ് ഈസ് കോൾഡ് അത് വേറൊരു പേരെന്ന് പറഞ്ഞാൽ സൈക്ലിക് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നോർമലി നിങ്ങൾക്കറിയാം ഓരോ ടാസ്കിനും 3 സ്റ്റേറ്റ് ആണുള്ളത്. ഒരു റെഡി സ്റ്റേറ്റ് ഉണ്ടാവും, റണ്ണിങ് സ്റ്റേറ്റ് ഉണ്ടാവും, ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് ഉണ്ടാവും. റെഡി സ്റ്റേറ്റ്, റണ്ണിങ് സ്റ്റേറ്റ്, ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്. In cooperative scheduling model, each task cooperate to let the running task finish. റണ്ണിങ് ടാസ്ക് ഫിനിഷ് ചെയ്ത് ഒരു ടാസ്കും വേറൊരു ടാസ്കിനെ ഡിസ്റ്റർബ് ചെയ്യില്ല. അതാണ് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് മോഡൽ. ഓരോ ടാസ്കും കോപ്പറേറ്റ് ചെയ്ത് ആ ഓരോ ടാസ്കിനെയും ഫിനിഷ് സ്റ്റേറ്റിലോട്ടാക്കും. ദർ വിൽ നോട്ട് ബി എനി ബ്ലോക്ക്ഡ് സ്റ്റേറ്റ് ഇൻ ദിസ് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് മോഡൽ. നൺ ഓഫ് ദ ടാസ്ക് ബ്ലോക്ക് ദ അതർ ടാസ്ക് ഇൻ ബിറ്റ്വീൻ. ഒരു ടാസ്ക് മറ്റൊരു ടാസ്കിനെ ബ്ലോക്ക് ചെയ്തില്ല. ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ എ സൈക്ലിക് ഓർഡർ, ദാറ്റ് ഈസ് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. സർക്കുലർ ക്യൂവിനകത്തുള്ള ഓരോന്നായിട്ട് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഈ കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് മോഡൽ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു വാഷിംഗ് മെഷീൻ, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ കേസ് എടുക്കുകയാണ്. നിങ്ങൾക്കറിയാം വാഷിംഗ് മെഷീൻ ഒരുപാട് ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അതിനകത്തുള്ള A1 to AN വരെയുള്ള ടാസ്കുകളുണ്ടെങ്കിൽ അതിനകത്തുള്ള 3 ടാസ്ക് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ടാസ്ക് A1, ടാസ്ക് A2, ടാസ്ക് A3. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്മൾ കൊടുക്കുവാണ്. ടാസ്ക് A1 എന്ന് പറയുന്നത് പവർ ഓണും, ടാസ്ക് A2 എന്ന് പറയുന്നത് വാട്ടർ ഇന്നും, ടാസ്ക് A3 എന്ന് പറയുന്നത് വാട്ടർ സ്റ്റോപ്പും. ഇങ്ങനെ 3 ടാസ്കുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് ടാസ്ക് A1 എടുത്തു കഴിഞ്ഞാൽ ടാസ്ക് A1ൻ്റെ ജോലി എന്ന് പറയുന്നത് പവർ ഓൺ ചെയ്യുക. അപ്പോൾ അതിന് ചുമ്മാ പവർ ഓൺ ചെയ്താൽ പോരാ. ഇഫ് ദ വാഷിംഗ് മെഷീൻ ഡോർ ഇസ് ക്ലോസ്ഡ് ആൻഡ് ദ പവർ സ്വിച്ച് ഇസ് ഓൺ, then this task will take place. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഡോറും ക്ലോസ് ആയിരിക്കണം. അതുപോലെ യൂസർ പവർ സ്വിച്ചും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് പവർ ഓൺ എന്ന് പറയുന്ന ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ടാസ്ക് A1 എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ 2 ഈവൻറ്റ്സ് ഹാപ്പൻ ചെയ്യണം. ഒന്നാമത്തേത് യൂസർ ഡോറ് ക്ലോസ് ചെയ്തേക്കണം, രണ്ടാമത്തേത് യൂസർ പവർ സ്വിച്ച് ഞെക്കിയിരിക്കുകയും ചെയ്യണം. ഈ 2 ഈവൻറ്റ്സ് നടക്കുവാണെങ്കിൽ ടാസ്ക് A1 കംപ്ലീറ്റ് ആവും. ടാസ്ക് A1 കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ടാസ്ക് A1 തൊട്ടടുത്ത സർക്കുലാർ ക്യൂവിലിരിക്കുന്ന ടാസ്ക് A2നെ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ഫ്ലാഗ് ബിറ്റ് ആണ്. ദാറ്റ് ഫ്ലാഗ് ബിറ്റ് ഇസ് കോൾഡ് start_F എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് ടാസ്ക് A1 ടാസ്ക് A2നെ അറിയിക്കുന്നത് ദാറ്റ് ഇറ്റ് ഹാസ് ഫിനിഷ്ഡ് ഇറ്റ്സ് എക്സിക്യൂഷൻ ആൻഡ് ടാസ്ക് A2 ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്സ് എക്സിക്യൂഷൻ. ടാസ്ക് A1 ഫിനിഷ് ചെയ്തു, A2ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയുന്ന ഒരു മെസ്സേജാണ് start_F. അപ്പോൾ ഈ start_F അത് സെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബൈ മീൻസ് ഓഫ് OS സെം പോസ്റ്റ് ഫംഗ്ഷനാണ്. സെമഫോർ പോസ്റ്റും സെമഫോർ പെൻഡും എന്ന് പറഞ്ഞ 2 ഫംഗ്ഷൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സെമഫോർ എന്ന് പറയുന്നത് ജസ്റ്റ് ആൻ ഇൻറ്റിജർ വേരിയബിൾ ആണ്. ഇൻറ്റിജർ വേരിയബിൾ ജസ്റ്റ് ഫോർ യൂസ് ഇൻ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഇൻറ്റിജർ വേരിയബിൾ മാത്രമാണ് സെമഫോർ. സെമഫോറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന 2 സിഗ്നൽസ് 2 ഫംഗ്ഷൻസ് ആണ്. ഒന്ന് സെം
പോസ്റ്റും ഒന്ന് സെംപെൻഡും. ഇതിനകത്ത് നമ്മൾ OSM പോസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് start_f എന്ന് പറയുന്ന ഫ്ലാഗ് ബിറ്റ്, അതായത് ടാസ്ക് A1 സെറ്റ് ചെയ്ത start_f എന്ന് പറയുന്ന ഫ്ലാഗ് ബിറ്റിനെ ടാസ്ക് A2 സെൻഡ് ചെയ്യും. ഇനി അടുത്ത ടാസ്ക് A2-ൻ്റെ ടാസ്ക് A2 എന്ന് പറഞ്ഞാൽ വാട്ടർ ഇന്നാണ്. അപ്പോൾ ടാസ്ക് A2 ടാസ്ക് A1-ൽ നിന്നുള്ള ആ ഒരു ഫ്ലാഗ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. വൺസ് ടാസ്ക് A1-ൽ നിന്നുള്ള ഫ്ലാഗ് കിട്ടിക്കഴിയുമ്പോഴേക്കും ടാസ്ക് A2 സ്റ്റാർട്ട് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതെന്താ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീനിൻ്റെ വാഷ് ടാങ്കിൻ്റെ അകത്ത് വെള്ളം ഒരു പർട്ടിക്കുലർ ലെവൽ വരെ എത്തിയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ടാസ്ക് A2. അപ്പോൾ വെള്ളം ഒരു പർട്ടിക്കുലർ ലെവൽ വരെ എത്തിയോ എന്നുള്ളത് ടാസ്ക് A2 ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. വാട്ടർ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോഴേക്കും ടാസ്ക് A2-ഉം ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി, ഫിനിഷ് ചെയ്തു. അപ്പോൾ ടാസ്ക് A2 കംപ്ലീറ്റ് ആയി എന്നുള്ളത് ടാസ്ക് A3-യെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് ടാസ്ക് A2 സെറ്റ് ചെയ്യുന്ന ഫ്ലാഗ് ബിറ്റാണ് വാട്ടർ സ്റ്റേജ് 1_f എന്ന് പറയുന്ന ഫ്ലാഗ് ബിറ്റിനെ സെറ്റ് ചെയ്തിട്ട് അതിനെ സെംപോസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ടാസ്ക് A3 സെൻഡ് ചെയ്യും. ടാസ്ക് A3-യുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത് രണ്ടുമായി വാട്ടർ ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ടാസ്ക് A2-ൽ നിന്ന് ഉള്ള മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതെന്ത് ചെയ്യും, ടാസ്ക് A3 വാട്ടറിനെ സ്റ്റോപ്പ് ചെയ്യും. വാട്ടർ സ്റ്റോപ്പ് ചെയ്തുമ്പോഴേക്കും അപ്പോൾ ടാസ്ക് A3 ഫിനിഷ് ആയല്ലോ. ഈ ടാസ്ക് A3 ഫിനിഷായി എന്നുള്ള മെസ്സേജിനെ വീണ്ടും അടുത്ത ലെവലായിരിക്കും ടാസ്ക് A4. അത് നമ്മളിപ്പോൾ എക്സാമ്പിളിന് എടുത്തിട്ടില്ല. ടാസ്ക് A4 അതെന്ന് പറയുന്നത് മോട്ടർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ആ മോട്ടർ ഓൺ ചെയ്യേണ്ട ടാസ്കിലോട്ട് ഇതിൻ്റെ ഫ്ലാഗ് ബിറ്റിനെ സെൻഡ് ചെയ്യും. അതും സെംപോസ്റ്റ് വഴിയാണ്. അപ്പോൾ ഈ 3 കേസസിലും OSM പോസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ഫ്ലാഗ് ബിറ്റിനെ സെൻഡ് ചെയ്യുന്നത്. അത് വെയിറ്റ് ചെയ്യുന്നത് OSM പെൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ 3 പേരും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് OSM പെൻഡും റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് OSM പോസ്റ്റും. അപ്പോൾ ഈ 3 ടാസ്ക് A1, ടാസ്ക് A2, ടാസ്ക് A3 ഇവർ 3 പേരും ഒരാൾ കംപ്ലീറ്റ് ചെയ്ത് തീർന്നതിന് ശേഷം മാത്രമേ അടുത്ത ആൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇൻ ബിറ്റ്വീൻ ആ ഒരു ടാസ്കിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ആരും നോക്കുന്നില്ല. ഓരോ ടാസ്കും സർക്കുലർ ക്യൂവിൽ നിന്ന് എടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പോകത്തുള്ളൂ. അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈച്ച് ടാസ്ക് ഈസ് ഹാവിങ് ഇറ്റ്സ് ഓൺ അഡ്രസ്. അപ്പോൾ ഈ ഒരു ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലോട്ട് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് നീഡ്സ് ടു സേവ് ദ കണ്ടൻറ്റ് ഇൻ ടു ദ പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റഡ് അഡ്രസ്സ് എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിൻ്റെ അകത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇറ്റ് വിൽ സ്വിച്ച് കണ്ടൻറ്റിന് ഒരു ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലോട്ട് സ്വിച്ച് ചെയ്യത്തുള്ളൂ. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഈച്ച് ടാസ്ക് ഈസ് ഹാവിങ് ഇറ്റ്സ് ഓൺ അഡ്രസ്. അപ്പോൾ ഈ ഓരോ ടാസ്കിൻ്റെ അഡ്രസ്സിൻ്റെ ഒരു ഫിഗറാണിത്. അതുപോലെ തന്നെ ഓരോ ടാസ്കും സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ആദ്യത്തെ ആൾ start_f, അടുത്ത ആൾ വാട്ടർ സ്റ്റേജ് 1_f, മറ്റേ ആൾ മോട്ടോ സ്റ്റേജ് 1_f. അപ്പോൾ ഈ ഒരു 3 ടാസ്കുകളും അതിൻ്റെ മെസ്സേജസിന് ഒരു മെസ്സേജിൻ്റെ ഫിഗറാണ്. ഇതൊന്നും വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇത് ഓരോ ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നത്. ഓരോ സ്വിച്ചിങ് ചെയ്യുമ്പോഴും അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഒരു ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ ഇറ്റ് യൂസസ് ദ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് പോളിസി. അപ്പോൾ ഓരോ പ്രാവശ്യം ഒരു ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോഴേക്കും ആ കറസ്പോണ്ടിങ് കോണ്ടെക്സ്റ്റ് ആ ടാസ്കിൻ്റെ കോണ്ടെക്സ്റ്റുകളെല്ലാം സേവ് ചെയ്തിട്ട് മാത്രമേ ഇത് പോകത്തുള്ളൂ. അപ്പോൾ ഓരോ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് ഒരു കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈമും കൂടെ എടുക്കും. ആ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ടൈം എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയമാണ്. അപ്പോൾ T_total എന്ന് പറയുന്നത് ഒരു ടാസ്ക് ഓരോ ടാസ്ക് ക്യൂവിൽ വന്നതിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്ത് ഫിനിഷ് സ്റ്റേറ്റിലോട്ട് വരുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് T_total എന്ന് പറയുന്നത്. അപ്പോൾ T_total ക്യൂവിൻ്റെ സൈസ് വലുതാവുന്നതനുസരിച്ച് T_totalൻ്റെ ടൈം T_total മീൻസ് ദ ടോട്ടൽ എക്സിക്യൂഷൻ ടൈം ഈ T_totalൻ്റെ ടൈമും കൂടും. അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കുവാണ് DTI എന്ന് പറയുന്നത് ഒരു ടാസ്കിൻ്റെ ഒരു ഇവൻറ്റിൻ്റെ ഡിറ്റക്ഷൻ ടൈം അല്ലെങ്കിൽ ഒരു ടാസ്കിൻ്റെ ഡിറ്റക്ഷൻ ടൈമാണ് DTIയും.
അതിൻ്റെ സ്വിച്ച് ചെയ്യാൻ ഒരു ടാസ്കിൽ നിന്ന് മറ്റൊരു ടാസ്കിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ടൈം STIയും എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം ETIയും ആണെങ്കിൽ T ടോട്ടൽ എന്ന് പറയുന്നത് DTI പ്ലസ് STI പ്ലസ് ETI. ഇത് മൂന്നെണ്ണവും കൂടെ ചേർന്ന് ഈ DTIയും STIയും ETIയും കൂടെ ചേർന്നിട്ടുള്ളതായിരിക്കും T ടോട്ടൽ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻ്റെ സമയം TISRും കൂടെ ആയിരിക്കും മാക്സിമം എക്സിക്യൂഷൻ ടൈം, ദാറ്റ് ഈസ് ദ T വേഴ്സ്റ്റ്. The worst case latency, T worst is the worst case latency. അതാണ് ഈ TIT ടോട്ടൽ പ്ലസ് TISR. T ടോട്ടൽ എന്ന് പറയുന്നത് DTI പ്ലസ് STI പ്ലസ് ETI. ഓക്കെ, അപ്പോൾ TISR എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീൻസിൻ്റെ എക്സിക്യൂഷൻ ടൈം. ഒരു മെയിൻ തിങ്, ദ T വേഴ്സ് ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ ദ ഡെഡ് ലൈൻ ഫോർ ദ എനി ടാസ്ക്. ഡെഡ് ലൈനേക്കാളും ലെസ് ആയിരിക്കണം, ദാറ്റ് ഇസ് TD. ഡെഡ് ലൈൻ ടൈം എന്ന് പറഞ്ഞാൽ TD ആണ്. T ടോട്ടൽ T വേഴ്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദ ഡെഡ് ലൈൻ, ദാറ്റ് ഇസ് TD. ദിസ് ഈസ് ദ കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് യൂസിങ് സർക്കുലർ ക്യൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് യൂസിങ് പ്രസിഡൻസ് കൺസ്ട്രെയിൻ അല്ലെങ്കിൽ പ്രയോറിറ്റി ബേസ്ഡ് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ്. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് പ്രയോറിറ്റി ബേസ്ഡ് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് അല്ല എങ്കിൽ കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് യൂസിങ് പ്രസിഡൻസ് കൺസ്ട്രെയിൻ. അതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ്. ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഹിയർ വി ആർ യൂസിങ് ആൻ ഓർഡേർഡ് ലിസ്റ്റ്. ഒരു ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഷെഡ്യൂളിംഗ് പ്രോസസ്സ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സർക്കുലർ ക്യൂ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലിസ്റ്റ് യൂസ് ചെയ്തിട്ടായിരിക്കും എക്സിക്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ജോബിന് റെഡി ആയിട്ടുള്ള ടാസ്കുകളെ എല്ലാത്തിനെയും കൂടെ ഒരു ലിസ്റ്റിനകത്ത് കൊണ്ടുവയ്ക്കും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ only the scheduler will first execute, the scheduler can execute only the first task in the list. ലിസ്റ്റിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ടാസ്കിനെ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി പാരാമീറ്റർ ഇറ്റ് ഓർഡേഴ്സ് ദ ലിസ്റ്റ്. ആദ്യം പ്രയോറിറ്റി പാരാമീറ്റർ വെച്ചിട്ട് അത് ലിസ്റ്റിൻ്റെ അകത്ത് ടാസ്കിനെ എല്ലാം വെക്കും. ഫസ്റ്റ് ടാസ്ക് ആണ് ആദ്യം എടുക്കുന്നത്. ഫസ്റ്റ് ടാസ്ക് ഈസ് ടേക്കൺ ഫസ്റ്റ് ആൻഡ് റിമൈനിങ് ഓരോന്ന് ഓർഡറിൻ്റെ ഓരോ ബേസിസിൽ എടുക്കും. ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദ ഫസ്റ്റ് ടാസ്ക്, ആദ്യത്തെ ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് ഡിലീറ്റഡ് ഫ്രം ദ ലിസ്റ്റ് ആൻഡ് നെക്സ്റ്റ് ഈസ് മെയ്ഡ് ആസ് ദ ഫസ്റ്റ്. ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കും, പ്രയോറിറ്റി അനുസരിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ എല്ലാ ടാസ്കിനെയും ആ ലിസ്റ്റിനകത്തോട്ട് വയ്ക്കും. എന്നിട്ട് ഫസ്റ്റ് ടാസ്കിനെ ആയിരിക്കും, ആ ലിസ്റ്റിനകത്തുള്ള ഫസ്റ്റ് ടാസ്കിനെ മാത്രമേ ഷെഡ്യൂളറിന് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ഷെഡ്യൂളർ ആ ലിസ്റ്റിനകത്തുള്ള ഫസ്റ്റ് ടാസ്കിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആ ടാസ്കിനെ ഡിലീറ്റ് ചെയ്യും. ആ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിൽ നിന്ന് ആ ടാസ്കിനെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ എന്തായി, അടുത്ത ടാസ്ക് ഫസ്റ്റ് ടാസ്കായി. ഇൻസേർഷനും ഡിലീഷനും ബിഗിനിൽ നിന്ന് ലിസ്റ്റ് ആയതുകൊണ്ട് ഇൻസേർഷനും ഡിലീഷനും ലിസ്റ്റിൻ്റെ ബിഗിനിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം എല്ലാ ടാസ്കിനെയും പ്രയോറിറ്റി അനുസരിച്ച് ഒരു ലിസ്റ്റിനകത്താക്കും. ഷെഡ്യൂളർ ക്യാൻ എക്സിക്യൂട്ട് only the first task from the list. After execution of the first task it is deleted from the list and the next task becomes the first task. Insertion and deletions are made only at the beginning of the list. ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിൽ നിന്ന് മാത്രമേ ഇൻസേർഷനും ഡിലീഷനും നടക്കത്തുള്ളൂ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ വലിയ ടെൻഷനൊന്നും അടിക്കണ്ട. ഈ ഒരു ഫിഗറിനകത്ത് മറ്റൊന്നുമില്ല. ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓരോ ടാസ്കിനെയും ഹയർ പ്രയോറിറ്റിയും ലോവർ പ്രയോറിറ്റി അനുസരിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്നതെന്ന് പറയുന്നത് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യം ടോപ്പ് മോസ്റ്റ് എടുക്കുന്നതെന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീനെ ആയിരിക്കും. ഫസ്റ്റ് ഇൻട്രപ്റ്റ് സർവീസ് റൊട്ടീനുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അത് ടാസ്ക് ഇൻട്രപ്റ്റ് ISR 1 ഇനിഷ്യലി അത് ISR 2 എക്സിക്യൂട്ട് ചെയ്യും. ആഫ്റ്റർ ഫിനിഷിങ് ദ ISR 2 ഫിനിഷ് ചെയ്ത് ഈ 1, 2, 3 എന്നൊക്കെ പറയുന്നത് ആ ഓരോ ടാസ്കിനെ എടുക്കുന്ന ഓർഡറാണ്. അപ്പോൾ ആദ്യം ISR 2 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ISR 2 എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ കൺട്രോള്
ഇവിടെ ISR 2 എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ISR 2 എക്സിക്യൂട്ട് ചെയ്ത് കൺട്രോൾ റിട്ടേൺ ചെയ്ത ഉടനെ തന്നെ ISR 1 എക്സിക്യൂട്ട് ചെയ്യും. ISR 1 എക്സിക്യൂട്ട് ചെയ്ത് കൺട്രോൾ റിട്ടേൺ ചെയ്ത ഉടനെ തന്നെ വീണ്ടും ISR 2 എക്സിക്യൂട്ട് ചെയ്യും. ISR 2 എക്സിക്യൂട്ട് ചെയ്ത് കൺട്രോൾ റിട്ടേൺ ചെയ്യുമ്പോഴേക്കും ടാസ്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ടാസ്ക് 1 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ടാസ്ക് 2 എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം OSലോട്ട് കൺട്രോൾ തിരിച്ചു വരും. മനസ്സിലായോ? ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് എല്ലാ ടാസ്കിൻ്റെയും ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫിഗറിൻ്റെ എക്സ്പ്ലനേഷനാണ്. ആദ്യം ISR 2 എക്സിക്യൂട്ട് ചെയ്തു. ISR 2 എക്സിക്യൂട്ട് ചെയ്ത് അത് കൺട്രോൾ തിരിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റിട്ടേൺ ചെയ്തപ്പോഴേക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ISR 1 എക്സിക്യൂട്ട് ചെയ്തു. ISR 1 എക്സിക്യൂട്ട് ചെയ്തിട്ട് 4ൻ്റെ അകത്ത് നോക്കി അത് തിരിച്ച് കൺട്രോൾ റിട്ടേൺ ചെയ്തു. റിട്ടേൺ ചെയ്തപ്പോഴേക്കും വീണ്ടും ISR 2 ആണ് എക്സിക്യൂട്ട് ചെയ്തത്. കാരണം ലിസ്റ്റിനകത്ത് അടുത്തയാളതാണ്. ISR 2 എക്സിക്യൂട്ട് ചെയ്തു. ISR 2 കൺട്രോൾ റിട്ടേൺ ചെയ്തതിന് ശേഷം ഇറ്റ് ഗോസ് ടു ടാസ്ക് 1 എക്സിക്യൂട്ട് ചെയ്തു. പിന്നെ ടാസ്ക് 2 എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ അവസാനത്തെ ടാസ്ക് ആകുമ്പോഴേക്കും ദ കണ്ടൻറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതാണ് നോർമലി ആസ് പെർ ദ പ്രിസിഡൻസ് നടക്കുന്നത്. ഇവിടെയും നമ്മൾ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അവിടെ സർക്കുലർ ക്യൂ ആണെങ്കിൽ ഇവിടെ ഒരു ലിസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകത. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി ആണ് ഈ ലിസ്റ്റിനകത്ത് എലമെൻറ്റ്സ് വയ്ക്കുന്നത്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ടോപ്പിൽ നിന്ന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ISR ആയിരുന്നാലും ISRs ആർ ഓൾസോ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിസിഡൻസ്. അപ്പോൾ ISR വിൽ സെൻഡ് എ ഫ്ലാഗ് അല്ലെങ്കിൽ ഒരു ടോക്കൺ ടു ദ ടാസ്ക് ടു ബി ഇനിഷ്യേറ്റ്. ഏത് ടാസ്ക് ആണോ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് ആ ഇനിഷ്യേറ്റ് ചെയ്യേണ്ട ടാസ്കിന് ഒരു ടോക്കൺ സെൻഡ് ചെയ്തിട്ടാണ് ISR എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കി നമുക്ക് ആ പാരാമീറ്റേഴ്സ് എല്ലാം കാണാം. റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആദ്യം ISR 2, പിന്നെ പ്രിയംപ്റ്റ് ചെയ്ത ISR 1, വീണ്ടും ISR 2, ടാസ്ക് 1, ടാസ്ക് 2, അവസാനം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് കൺട്രോൾ തിരിച്ചു വരും. ഇതാണ് ബേസ്ഡ് ഓൺ ദ പ്രിസിഡൻസ്. അപ്പോൾ ഇതിനകത്തുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ലോ പ്രയോറിറ്റി, ഇപ്പോൾ ആദ്യത്തെ കേസിലാണെങ്കിൽ കോപ്പറേറ്റീവ് ഷെഡ്യൂളിംഗ് യൂസിങ് സർക്കുലർ ക്യൂലാണെങ്കിൽ ലോങ് എക്സിക്യൂഷൻ ലോ പ്രയോറിറ്റി ടാസ്കും നീഡ് ടു വെയിറ്റ് until the high priority task ഫിനിഷ് ചെയ്യുന്നത് വരെയും ഏതിൻ്റെ അകത്ത് പ്രസിഡൻസിൻ്റെ അകത്ത് ലോ പ്രയോറിറ്റി ടാസ്ക് നീഡ് ടു വെയിറ്റ്. അപ്പോൾ അവിടെ ഒരു സ്റ്റാർവേഷൻ പ്രോബ്ലം ഒക്കെ അറിയും. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. മറ്റിടത്താണെങ്കിൽ നമ്മൾ ടൈം സ്ലൈസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല സൈക്ലിക്കിനകത്ത്. അത് പ്രീ ഡിഫൈൻഡ്, അത് ഒരു ആദ്യത്തെ ടാസ്ക് ഫിനിഷ് ചെയ്താൽ മാത്രമേ അടുത്ത ടാസ്കിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ ഒരു 2 ഡിസഡ്വാൻറ്റേജസിന് അടുത്ത മോഡൽ ഓവർകം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ദ തേർഡ് മോഡൽ, സൈക്ലിക് ആൻഡ് റൗണ്ട് റോബിൻ വിത്ത് ടൈം സ്ലൈസിങ് ഷെഡ്യൂളിംഗ് മോഡൽ. അത് അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഈ ഒരു ഷെഡ്യൂളിംഗ് മോഡലിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം.